ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം നിങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. എഫേസ്യ ലേഖനമാണല്ലോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 2:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കത്തുള്ളൂ. അതൊന്ന്, സമയത്തിൻ്റെ കുറവ്. 2, രക്ഷയുടെ ഒരു വളരെ ഭംഗിയായ ഒരു വിവരണമാണ്. സാൽവേഷൻ്റെ ഒരു നല്ല വിവരണമാണ് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ് എന്നുള്ള ആ ഒരു തീമിലായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വളരെ മനോഹരമായ ലേഖനമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ലേഖനങ്ങളിലെ റാണിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞു. എന്നാൽ രക്ഷയുടെ ആഴത്തിലേക്ക് വളരെ സിംപ്ലിസ്റ്റിക് എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ 10 വാക്യങ്ങളിൽ വാട്ട് ഇസ് സാൽവേഷൻ, വാട്ട് ആർ വി സേവ്ഡ് ഫ്രം, വാട്ട് ആർ വി സേവ്ഡ് ഫോർ, എന്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എന്തിനു വേണ്ടി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് 10 വാക്യത്തിൽ വളരെ മനോഹരമായി അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതിനുശേഷം ഇന്ന് വളരെ പെട്ടെന്ന് തീർക്കണം. എനിക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് Q&A സെഷനും കാണത്തില്ല. ഇന്ന് വൈകുന്നേരം നമ്മുടെ മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വരുന്ന നമ്മുടെ ബൈബിൾ സ്റ്റഡി സഹോദരങ്ങളെ മീറ്റ് ചെയ്യാം എന്നുള്ള സന്തോഷത്തിൽ. പിന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തിരിച്ച് വരണം. അതുകൊണ്ട് അവിടെ നിൽക്കാൻ സമയമില്ല. കാരണം കൊച്ചിയിൽ നമുക്ക് നാളെ ടെൻ്റ് ഉണ്ട്. അപ്പോൾ നാളെ നമ്മുടെ കൊച്ചിയിലെ ടെൻറ്റിനും കൊച്ചിയിലെ നമ്മുടെ സഹോദരങ്ങൾ വന്നു ചേരണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച മെഡ്ഗോ സംഭവിച്ചു. കർത്താവിൻ്റെ കൃപയാൽ വളരെ ഭംഗിയായി ഉള്ള ഫോട്ടോ, എനിക്ക് ഒരുപാട് ഫോട്ടോ കിട്ടിയില്ല, ഉള്ള ഫോട്ടോസ് ഞാൻ കാണിക്കുകയാണ്. എല്ലാം ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് വന്നത്. വളരെ മനോഹരമായി ഈ മീറ്റിങ്ങുകൾ നടന്നു. കർത്താവ് ഞങ്ങൾ ഉദ്ദേശിച്ചതിന് അപ്പുറമായി അതിനെ അനുഗ്രഹിച്ചു. ഞാൻ ഈയിടെ ഒന്നും അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിങ്ങിന് കൂടിയിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അന്ന് നടന്നത്. ഞാൻ പറഞ്ഞില്ലേ, വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. ഇനിയും വർഷങ്ങൾക്ക് ശേഷമേ ഈ കഴിഞ്ഞ ആഴ്ച എന്ത് നടന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് കാണാനൊക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ഒരു സമയം കർത്താവിന് വേണ്ടി. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ മീറ്റിംഗ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഒരിക്കലും ഞങ്ങൾ ആ കൂടെ പ്രാർത്ഥിച്ച ആ ദിവസം കർത്താവെ മഴ വരരുത്. കാരണം ഈവനിങ് മീറ്റിംഗ്, പബ്ലിക് മീറ്റിംഗ് ആണ്, ആളുകൾ വരണം. എന്നാൽ ഒരിക്കലും കാണാത്ത പോലൊരു മഴ പെയ്തു എന്ന് മാത്രമല്ല, ഞങ്ങൾ നിന്ന സ്ഥലം, ആ ഓഡിറ്റോറിയം മുഴുവൻ വെള്ളം കൊണ്ട്. ഇത് വെള്ളമെല്ലാം തോർന്നു കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഉച്ച സമയത്ത് ഒരു മഴ പെയ്തു, ഒരു വെള്ളം ഇരച്ച് കയറി ഞങ്ങളെല്ലാം വെള്ളം. അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. വെള്ളത്തിനകത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി പോയി. അപ്പോൾ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇത്രയും പേര് പല സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന്, വിദേശത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവരിവിടെ വന്ന് മീറ്റിംഗ് അങ്ങോട്ട് ആരംഭിച്ച് വളരെ അനുഗ്രഹമായിട്ട് തുടങ്ങി. 2 മണിക്കൂറിന് ശേഷം മുഴുവൻ വെള്ളമാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ പതറിപ്പോയെന്ന് ഒരു നിമിഷമല്ല, കുറച്ച് നിമിഷങ്ങൾത്തേക്ക് ഞാൻ പതറിപ്പോയി. ഞങ്ങൾ എല്ലാം കൂടെ പുറത്തോട്ട് ഇറങ്ങി മഴയത്ത് നിൽക്കുകയാണ്. എല്ലാവരും ഞങ്ങളെല്ലാം മഴയത്ത് നിൽക്കുകയാണ്. ഭയങ്കരം ആ മതിലെല്ലാം ഇടിഞ്ഞ് അകത്തോട്ട് വെള്ളം ഇരച്ച് കയറി. മീറ്റിംഗ് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതായി ഒരു ചിന്ത. എന്നാൽ ആ മീറ്റിംഗ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യും. അതിൻ്റെ ഫോട്ടോവും വീഡിയോ ഒന്നും എന്നില്ല, ഞാൻ പിന്നെ അയക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ ഇരുട്ടിനകത്ത് പ്രാർത്ഥിച്ചെന്ന് വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും അനുഭവിച്ച ദൈവസാന്നിധ്യമില്ലേ, അതുപോലൊരു സാന്നിധ്യം. ഞാൻ പറയട്ടെ, ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ആ ഒരു കുറച്ച് സമയങ്ങളായിരുന്നു. ഞാൻ പതറി എന്ത് ചെയ്യണം. കാരണം എല്ലാവരും എന്നെ നോക്കുക, എന്താ ചെയ്യേണ്ടത്, മീറ്റിംഗ് ക്യാൻസൽ ചെയ്യണോ, മേളിലോട്ട് ആളുകളെ നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യണ്ടേ, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പതറി നിൽക്കുമ്പോൾ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് പാട്ടങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നത്. അയ്യോ, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതേ മനുഷ്യനല്ല, ഞാൻ വേറെ മനുഷ്യനായി. ഞാൻ പറഞ്ഞു, ഈ മീറ്റിംഗ് ഇവിടെ നടന്നിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ, ഒറ്റ മണിക്കൂറിനുള്ളിൽ നമ്മുടെ മീറ്റിംഗ്. ഇത് മോപ്പ് ചെയ്യുന്ന ആരൊക്കെയാണെന്നറിയോ? ഇതെൻ്റെ ചേച്ചിയും അളിയനുമാണ്. ഇവർ സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, ഇത് എൻ്റെ ഫ്രണ്ട് റേഡിയോളജിസ്റ്റ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാവരും, ഇതെൻ്റെ ടെക്നിക്കൽ ഹെഡ് സ്റ്റീഫൻ, എല്ലാവരും കൂടെ ചേർന്ന് ഇതങ്ങ് ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്നു, ചെറിയുടെ ടീം, എന്തോ ഒരു ടീം, ഇങ്ങനെ ഒരു ടീം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ടീമല്ല, ഇത് ദൈവത്തിൻ്റെ ടീമാണ്. എനിക്ക് വേണ്ടി ഇവർ ഒരു കാര്യവും ചെയ്യത്തില്ല. ഒരു മോപ്പ് പോയിട്ട് ഒരു സാധനം, ഒരു ചൂല് പോലും എടുക്കത്തില്ല. പക്ഷെ കർത്താവിന് വേണ്ടി വേണേൽ അവർ ജീവൻ കൊടുക്കും. അങ്ങനത്തെ ആളുകളാണ് ഇവർ. അതുകൊണ്ടാണ് ദൈവം ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നവർക്കറിയാമല്ലോ കാര്യം സംഭവിച്ച. മീറ്റിംഗ്
ആ ആ ഐക്യത, ഇതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. ആ സ്നേഹവും ഐക്യതയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റായി വളരെ ശക്തമായി. അത് കഴിഞ്ഞ് ഈവനിങ് തൊട്ട് പിന്നെ സംഭവിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അന്ന് ഈവനിങ് തൊട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരാളല്ല പലരും എഴുതി, ഒന്നാമത്തെ ദിവസം കരഞ്ഞു തുടങ്ങിയതാ, മൂന്നാമത്തെ ദിവസം മീറ്റിംഗ് തീരുന്നവരെ കരച്ചിൽ നിർത്താൻ പറ്റത്തില്ല. അതുപോലത്തെ ദൈവ സാന്നിധ്യം. അതുകൊണ്ട് കർത്താവ് വലിയവ ചെയ്തു. അതാ ഞാൻ പറഞ്ഞു, ഇതൊന്നും നമുക്ക് ചരിത്രത്തിൽ അനേക വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്തായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, വരാൻ പറ്റിയവർക്കായിട്ട് സന്തോഷം, പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി പറയുകയാണ്. ഒരു കാര്യം എനിക്കറിയാം, ഇപ്പോൾ ബാറ്റിൽ ഫ്രണ്ടിലേക്ക് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് നീങ്ങിയിരിക്കുക. ബാറ്റിൽ ഫ്രണ്ടിലേക്ക് നീങ്ങുമ്പോൾ ഈ പോരാട്ടങ്ങളും കൂടും എന്നുള്ള ആ തിരിച്ചറിവ് എനിക്കിപ്പോൾ നല്ലതുപോലെ ഉണ്ട്. മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്ത റോയ്സിൻ്റെ മകൻ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അവന് തല കറങ്ങി, അവൻ താഴെ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ അഡ്മിറ്റഡ് ആണ് ഹോസ്പിറ്റലിൽ. അവൻ്റെ ബ്രെയിനിലൊരു ഇഷ്യൂ, ഒരു ഇൻഫെക്ഷൻ വന്ന്. നിങ്ങൾ പ്രത്യേകം റോയ്സ് കേലബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. 6 വയസ്സുള്ള കുഞ്ഞ്, ഇതിനു വേണ്ടി ഇതിൻ്റെ മുമ്പിൽ നിന്നൊരു സഹോദരനാണ്. അപ്പോൾ ഈ പോരാട്ടം വളരെ റിയലാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, പോരാട്ടത്തിൻ്റെ മുമ്പിൽ, ഈ വലിയ ഫൈറ്റിൻ്റെ മുമ്പിൽ കർത്താവാണല്ലോ, നമ്മളല്ലല്ലോ. അതുകൊണ്ട് കർത്താവിനോട് കൂടെ നമ്മളായിരിക്കുന്ന കാലത്തോളം വി ആർ സേഫ്. നമ്മളൊന്നിനെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് എവിടാണ് പോര് ശക്തം അവിടെ നിന്നോണം, കാരണം അവിടാണ് കർത്താവ്. അതാണ് നമ്മൾ മെഡ്ഗോയിൽ കേട്ടത്. ഡോക്ടർ അർപ്പിത് പറഞ്ഞു, വേർ എവർ ദ ഫൈറ്റ് ഇസ് ഇൻ ദ ഫോർ ഫ്രണ്ട്. പക്ഷെ അങ്ങോട്ട് തന്നെ നമുക്ക് പോകാം, കാരണം എന്നാ, കർത്താവ് അവിടെ. നമ്മൾ പുറകിലോട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോഡ് ഇസ് ദെയർ. ഇപ്പൊ കർത്താവ് എവിടോ നമ്മളവിടെ ആയിരിക്കണം. ഇത് എൻ്റെ സ്നേഹിതൻ ബിജോയ് ഫിലിപ്പ് ജോൺ കൊട്ടാരത്തിൽ, നിങ്ങൾക്കറിയാം, വളരെ ശക്തമായ, അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ മീറ്റിംഗ് ആയിരുന്നു. അപ്പ പറഞ്ഞു, ഈയിടെ ഒന്നും അങ്ങനെ ഒരു മീറ്റിംഗ് അപ്പ തന്നെ കൂടിയിട്ടില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്തു. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. വലിയൊരു അനക്കമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കർത്താവ് കണ്ടിന്യൂ ചെയ്യുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇനി നമുക്ക് എഫേസ്യ ലേഖനം 3-ാമത്തെ സെഷൻ, എന്നാൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ. യു ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. നിങ്ങൾ കർത്താവിൻ്റെ കരവിരുത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് രക്ഷയ്ക്ക് മുമ്പ്, രക്ഷ അനുഭവിച്ച ശേഷം. നമ്മൾ ചിലപ്പോൾ ഈ വീടിൻ്റെ റെനോവേഷനൊക്കെ കാണുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചറൊക്കെ നമ്മൾ കാണത്തില്ലേ, എങ്ങനെയായിരുന്നു ബിഫോർ, എങ്ങനെയായിരുന്നു ആഫ്റ്റർ. ചിലരൊക്കെ ഈ മേക്കപ്പ് ഒക്കെ നടത്തുന്നതിന് ബിഫോർ ആഫ്റ്റർ ഇങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞതുപോലെ, ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു നല്ല ചിത്രം. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. അത് നമുക്ക് കണ്ട് സന്തോഷിക്കാനും സ്തോത്രം പറയാനുള്ളൊരു അവസരമാണ്. പെട്ടെന്ന് തീർക്കും. ഓക്കെ, 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബിലീഫ്, നമ്മുടെ വിശ്വാസം. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ ബിഹേവിയർ. 1 മുതൽ 3 വരെ രക്ഷ നമ്മളിൽ പ്രവർത്തിക്കുന്നു. 4 മുതൽ 6 വരെ രക്ഷ നമ്മളിലൂടെ പുറത്തേക്ക് പ്രവർത്തിക്കുന്നു. 1 മുതൽ 3 വരെ ഉപദേശം, 4 മുതൽ 6 വരെ എന്താണ് നമ്മുടെ ദൗത്യം. അതാണ് നമ്മുടെ ഔട്ട്ലൈൻ. ഓക്കെ, ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗമാണ്. 1-ാമത്തെ ഭാഗമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, നാം ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അതാണ് വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ദ ഹെവൻലീസ്. അതാണ് നമ്മുടെ തീം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 3 തരത്തിൽ. ഞാൻ അതിനൊരു ഒരു സിംപ്ലിസ്റ്റിക് ഔട്ട്ലൈൻ തരാം. 1 മുതൽ 10 വരെയുള്ളതിൻ്റെ സിംപ്ലിസ്റ്റിക് ഔട്ട്ലൈൻ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സ് 1 to 3, വാട്ട് എ ക്രിസ്ത്യൻ വാസ്. ഒരു വിശ്വാസി എന്തായിരുന്നു എന്നുള്ളത് 1 മുതൽ 3 വരെ. ഇന്ന് ഒരു വിശ്വാസി എന്താണ്, അത് 4 മുതൽ 6 വരെയും 8 മുതൽ 9 വരെയും. എന്താണ് ഒരു 7 മുതൽ 10 വരെ ഒരു വിശ്വാസി എന്തായി തീരും എന്നുള്ളത് 7 മുതൽ 10 വരെ. സോ ദ പാസ്റ്റ്, ദ പ്രസന്റ്, ദ ഫ്യൂച്ചർ. ഒരു വിശ്വാസിയുടെ പാസ്റ്റ്, ഒരു വിശ്വാസിയുടെ പ്രസന്റ്, ഒരു വിശ്വാസിയുടെ ഫ്യൂച്ചർ. ഇത് നമ്മൾ നല്ലതുപോലെ അറിയുമ്പോൾ മാത്രമേ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരായി നമുക്ക് പെരുമാറാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സിംപ്ലിസ്റ്റിക് ഔട്ട്ലൈൻ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ പാസ്റ്റ് 1 to 3 എന്തായിരുന്നു നമ്മുടെ പാസ്റ്റ്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും
മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിൻ്റെയും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയായിരുന്നു, നിങ്ങൾ എന്തായിരുന്നു? കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു? ഒന്ന്, നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. വി വർ ഡെഡ്. ഇൻകപ്പാസിറ്റേറ്റഡ് അല്ല, നമ്മൾ മരിച്ചവർ ആയിരുന്നു. ഈ ലോകത്തിൽ ജനിക്കുന്നവനെല്ലാം പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജനിക്കുന്നവനെല്ലാം ആത്മീയമായി മരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ ദൈവം, അവിടാണ് ലൈഫ്, ട്രൂ ലൈഫ്, ജീവന്റെ ഉറവിടം ക്രിസ്തുവില്ലാതെ ജനിക്കുകയും ജീവിക്കുന്നവൻ പാപത്തിൽ മരിച്ചവനാണ്. ഹി ഇസ് ഡെഡ്. അതുകൊണ്ടാണ് ദൈവീകമായ കാര്യങ്ങളോട് നമുക്ക് യാതൊരു കാരണവശാലും പ്രതികരിക്കാൻ സാധിക്കാത്തത്. ഒരു മരിച്ച ശവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനം മൂക്കിന്റെ അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ശവം യാതൊരു കാരണവശാലും റെസ്പോണ്ട് ചെയ്യത്തില്ല. അല്ല, നല്ല കുറച്ച് ഫുഡ് എടുത്ത് മുമ്പിൽ കൊണ്ടുവച്ചാലും ഈ ശവം റെസ്പോണ്ട് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഫിസിക്കലി മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് യാതൊന്നിനെക്കുറിച്ചും റെസ്പോൺസ് ഇല്ലാത്തതുപോലെ തന്നെ, യാതൊരു വ്യത്യാസവും കൂടാതെ ആത്മീയമായി മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ദൈവികമായ ഒരു കാര്യവും പിടികിട്ടത്തില്ല. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ ആളുകളോട് സുവിശേഷം പറയാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇവർക്ക് ഇതിൻ്റെ എന്താണ് ഇവർക്ക് മനസ്സിലാകാത്തത്? അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്നാ? ആത്മീയമായി മരിച്ചു കിടക്കുന്നു. സോ ദേ ഹാവ് ആബ്സല്യൂട്ട്ലി നോ സെൻസ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് ഒരിക്കലും ആത്മീയ സത്യങ്ങളോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോ അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം ആത്മീയമായി മരിച്ചു കിടക്കുന്നവരാണ്. അതുപോലായിരുന്നു നമ്മളും ആത്മീയമായി മരിച്ചവരായിരുന്നു. ഫിസിക്കലി അലൈവ് ബട്ട് സ്പിരിച്വലി ഡെഡ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ സോംബീസ് എന്ന് തന്നെ വിളിക്കുക. നടക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ആത്മീയമായ മരണം, ഈ ആത്മീയമായ മരണത്തിന്റെ പ്രത്യേകത, ഇപ്പോൾ 3 ദിവസമായി മരിച്ചു കിടക്കുന്നവരുണ്ട്, 10 വർഷമായി മരിച്ചു കിടക്കുന്നുണ്ട്, 3 ആഴ്ചയായി മരിച്ചു കിടക്കുന്നവർ. ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ 3 മിനിറ്റ് മുമ്പ് മരിച്ചവരും 3 ദിവസം മുമ്പ് മരിച്ചവരുടെയും ശവത്തിന്റെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദുർഗന്ധം ഒന്നിന് വമിക്കുന്നുണ്ട്, ഒന്നിന് ദുർഗന്ധമില്ല. കണ്ടാൽ ഇങ്ങനെ നല്ല ഇതൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത് രണ്ട് വ്യത്യാസമാണ്. പക്ഷെങ്കിൽ രണ്ടും മരിച്ചു കിടക്കുന്ന അനുഭവം എന്ന് പറഞ്ഞ പോലെ ആത്മീയമായി മരിച്ചു കിടക്കുന്നവർക്ക് ചിലപ്പോൾ ഡിഫറെന്റ് സ്റ്റേജസ് കാണും, പക്ഷെ ദേ ആർ സ്റ്റിൽ അലൈവ്, ഡെഡ്. അപ്പോൾ ദർ ആർ വേരിയസ് ഡിഗ്രീസ്, ബട്ട് സിൻ ഇറ്റ് സെൽഫ് ഹാസ് നോ ഡിഗ്രി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ആത്മീയമായി മരിച്ച് ചിലരെ നമ്മൾ കാണുമ്പോൾ പറയും, അവനെ ആത്മീയമായി മരിച്ചു കാണാം, അവൻ്റെ ആ സ്വഭാവത്തിൻ്റെ ആ ദുർഗന്ധം അങ്ങ് വമിക്കുക. ചിലരെ കാണുമ്പോൾ അത്രയും നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ അവർ മരിച്ചു കിടക്കുക. അപ്പോൾ ചിലരുടെ പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോൾ ആത്മീയമായ മരണത്തിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് നമ്മൾ കാണും, അവരെന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെങ്കിൽ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല. അപ്പോൾ സോ ദ ഡിഗ്രീസ് മേ വേരി, ബട്ട് സിൻ ഇറ്റ് സെൽഫ് ഹാസ് നോ ഡിഗ്രീസ്. പാപം എന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പാപം പോലും അവന്റെ മുമ്പിൽ പാപമാണ്. പിന്നെ മനുഷ്യർ നോക്കുമ്പോൾ ഇതിന്റെ ഡിഗ്രീസിൽ വ്യത്യാസം കാണുന്നതിന്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചിലതിന്റെ ദുർഗന്ധം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ ദൈവതേജസ് നഷ്ടപ്പെട്ടവരാണ്, പാപത്തിൽ മരിച്ചവരാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ആരായിരുന്നു? വി വർ ഡെഡ് ഇൻ അവർ സിൻ. 1. 2, എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? അത് മാത്രമല്ല, നിങ്ങൾ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിക്കേണ്ടതിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെ അനുസരിച്ച് നടന്നു. അപ്പോൾ 2 നിങ്ങൾ ചെയ്തൊരു കാര്യം, നിങ്ങൾ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപനായവനെയും അനുസരിച്ച് നടന്നു. നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതി, വി ലിവ്ഡ് അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ പ്രിൻസ് ഓഫ് ദ ഡേ. ഈ കർത്താവ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ പിശാചാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് വീണ്ടും വരുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നത് വരെ ഈ ലോകം എന്ന് പറയുന്നത്, കർത്താവ് ഈ ലോകത്തിൽ വന്ന് വാഴുന്നത് വരെ ഈ ലോകം എന്ന് പറയുന്നത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ആദാം കൊണ്ടു കൊടുത്തതാണ്.
ശരിയാണ്, യേശുക്രിസ്തുവിന്റെ മരണത്തിലും ഉയർപ്പിലൂടെ കർത്താവ് വീണ്ടെടുത്തുവെങ്കിലും അതിന്റെ റിയലൈസേഷൻ യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുവരെ ദുഷ്ടന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ലോകത്തിനൊരു കാലഗതിയുണ്ട്. ഈ ലോകം പോകുന്ന ഒരു പോക്കുണ്ട്. ഈ ലോകക്കാരെല്ലാം ചിന്തിക്കുന്ന ഒരു രീതി, അവർ പറയുന്ന ഒരു രീതി, അവർ ശരിയെന്ന് കാണുന്ന ചില കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ അഭിലാഷങ്ങൾ, ഇതെല്ലാം ലോകത്തിന്റെ കാലഗതി. ഇത് നിയന്ത്രിക്കുന്ന ആരാ? ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നമ്മളും അങ്ങനെ അല്ലായിരുന്നോ പ്രിയമുള്ളവരെ? ഈ ലോകം ചിന്തിച്ചതുപോലെ നമ്മളും ചിന്തിച്ചു. വി വാണ്ടഡ് ടു ജസ്റ്റ് ബ്ലെൻഡ് ഇൻ. അവരവരുടെ ലൈഫ് പ്ലാൻ ചെയ്യുന്ന പോലെ നമ്മളും നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുന്നു. അവരുടെ അഭിലാഷങ്ങൾ പോലെ നമ്മുടെ അഭിലാഷങ്ങൾ നടന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറി. അവർ ചിന്തിക്കുന്ന പോലെ അല്ല നമ്മൾ ചിന്തിക്കുന്നത്. അവർ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിന്റെ അഭിലാഷങ്ങളല്ല നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷം. അതുകൊണ്ട് ഒരുപക്ഷെങ്കിൽ വലിയ കാര്യമായ ഹീനകൃത്യങ്ങളൊന്നും ഒരാൾ ചെയ്യുന്നില്ലെങ്കിലും കർത്താവിന്റെ വകയല്ലെങ്കിൽ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ചാണ് നടക്കുന്നത്. ഏതൊരാളും ഈ ലോകത്തിന്റെ ഒരു കാലഗതിയുണ്ട്. അവർ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെയല്ലേ എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വകയല്ലാത്തവരെല്ലാം ഈ ഒരു കാലഗതി ആണ് പോകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഹീനകൃത്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ദൈവീക സത്യത്തിനെതിരായി നിൽക്കുന്നതാണ് ഈ ലോകത്തിന്റെ സിസ്റ്റം. ദ സിസ്റ്റം ഓഫ് ദ വേൾഡ് ഇസ് ഓൾവേസ് അഗൈൻസ്റ്റ് ദ സിസ്റ്റം ഓഫ് ഗോഡ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ചുറ്റും നോക്കും എന്താ എല്ലാവരും ഇങ്ങനെ അങ്ങ് ചിന്തിക്കുന്നത്? അതിന്റെ കാരണമൊന്നുമല്ല. കാരണം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ് ഈ ലോകത്തിന്റെ കാലഗതിയുണ്ട്. അവർ നല്ല മനുഷ്യരാണ്, പക്ഷെ അവർ എല്ലാം ചിന്തിക്കുന്നത് ഈ ഒരു വിധത്തിലാണ്. ആ വിധത്തിലേ ചിന്തിക്കത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ സത്യം അവരുടെ ഉള്ളിൽ തെളിഞ്ഞിട്ടില്ല. ഇതേ ആത്മാവാണ് എന്താണ് പറയുന്നത്? അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഇതേ ആത്മാവ്. അതുമാത്രമല്ല, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയി തീർന്നു. അപ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിന്റെ ചിന്ത? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ജഡത്തിന് എന്തു വേണം? വാട്ട് ഡസ് മൈ ഫ്ലഷ് വാണ്ട്? ജഡീക മനുഷ്യന്റെ പ്രത്യേകത ഇതാണ്. എന്താണ് ജഡത്തിന് വേണ്ടി? ഏശാവിനെ പോലെ, ഇന്ന് എനിക്ക് പായസം വേണം, എനിക്ക് പായസം വേണം. ഇന്ന് എനിക്ക് അർമാദിക്കണം. നിത്യതയെക്കുറിച്ചുള്ള ചിന്തയില്ല. എൻ്റെ ജഡത്തിന് ഇപ്പോൾ എന്തു വേണോ അതെനിക്ക് വേണം. ഈ ലോകം എന്ന് പറയുന്നത്, ഈ ലോകം ജഡം പിശാച് എന്നാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്. ലോകം, ജഡം, പിശാച്. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്നാ? ജഡത്തിന് വേണ്ടി എന്തു വേണോ അത് കൊടുക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ കാലഗതി. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ലോകക്കാരുടെ പെർസൂട്ട്. അവരെ സംബന്ധിച്ച് രാവിലെ തൊട്ട് രാത്രി വരെ അവരുടെ ജീവിതത്തിന്റെ ചിന്ത ഇത് മാത്രമാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, ഇത് മാത്രമാണ് ജീവിതത്തിന്റെ പ്രതാപം. ഇത് മാത്രം. നിങ്ങളും അങ്ങനെ ആയിരുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നു, അല്ലേ? ജഡത്തിനനുസരിച്ച് നടന്നു. എന്ത് ജഡത്തിന് വേണം? പിന്നെ അത് മാത്രമല്ല, ബോഡി ആൻഡ് മൈൻഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ജഡത്തിന്റെയും മനോവികാരങ്ങൾ, ഇമോഷണൽ. എൻ്റെ ഇമോഷൻസിന് എന്ത് വേണം? എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് വായി തോന്നുന്നതെല്ലാം ഞാൻ പറഞ്ഞു. ഐ സ്പോക്ക് മൈ മൈൻഡ്, അല്ലേ? എൻ്റെ മനസ്സിൽ വന്നതെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനല്ല. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനല്ല. പണ്ട് എനിക്ക് കോപത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പണ്ട് എനിക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും വെറുപ്പുണ്ടെങ്കിലും അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു തീർക്കും. ഇപ്പോൾ അങ്ങനല്ല. അപ്പോൾ അതാണ് ജഡത്തിന്റെ മനോവികാരങ്ങൾക്കും. പിന്നെ അവസാനം എന്ത് സംഭവിച്ചു? അത് കാരണം നമ്മൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വി ഹാവ് ബിക്കം ചിൽഡ്രൻ ഓഫ് റോത്ത്. നമ്മൾ കോപത്തിന്റെ മക്കൾ ആയി തീർന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതായിരുന്നു. അപ്പോൾ ഒന്ന്, നമ്മൾ പാപത്തിൽ മരിച്ചവർ. രണ്ട്, ഈ ലോകത്തിന്റെ കാലഗതികളെ പിന്തുടരുന്നവർ. മൂന്ന്, ജഡത്തിനനുസരിച്ച് നടന്നവർ. അപ്പോൾ ഇത് നോക്കിയേ, ഈ 4 കാര്യങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാസ്റ്റ്, ബിഫോർ പിക്ചർ. ആത്മീയമായി മരിച്ചവർ, ലോകത്തിന്റെ കാലഗതികൾ അനുസരിച്ച് നടന്നവർ, പിശാചിന്റെ മക്കളായി ജീവിച്ചവർ, ജഡത്തിന്റെ ആസക്തികളിലും മനോവികാരങ്ങളിലും നടന്നവർ,
5, കോപത്തിന്റെ മക്കൾ, സബ്ജക്ട് ടു റാത്ത് ഓഫ് ഗോഡ്. ഈ കർത്താവിന്റെ വകയല്ലെങ്കിൽ നമ്മൾ കോപത്തിന്റെ മക്കളാണ്. വി ആർ ഓൾ അണ്ടർ ദ wrath ഓഫ് ഗോഡ്. ദൈവ കോപത്തിന് അർഹരാണ് നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ പിക്ചർ, അല്ലേ? കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഇതാണ് എല്ലാവരുടെ അവസ്ഥ. എൻ്റെ നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല, ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല. നമ്മൾ എവിടെ ജനിച്ചാലും എന്തായി തീർന്നാലും പാപത്തിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങളാണ്. ആത്മീയമായി മരിച്ചു, ലോകത്തിന്റെ കാലഗതികൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചു, പിശാചിന്റെ അധീനതയിൽ ജീവിച്ചു, ജഡത്തിൻ്റെയും മനോവികാരങ്ങൾക്കും അടിമയായി നിന്നു. മാത്രമല്ല ക്രോധത്തിൻ്റെ ദൈവകോപത്തിൻ്റെ മക്കൾ, കോപത്തിൻ്റെ മക്കളായി ജീവിച്ചു. ഇതായിരുന്നു നമ്മുടെ ബിഫോർ പിക്ചർ. ഇവിടം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ സുവിശേഷത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇവിടം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ സുവിശേഷത്തിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെങ്കിൽ അതിനകത്ത് രസം എന്നറിയോ? അതിനകത്തൊരു വാക്കുണ്ട്. അത് കഴിയുമ്പോൾ ഈ 3 വാക്യം കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താണെന്നറിയോ? ബട്ട് ഗാഡ്, കരുണാസമ്പന്നനായ ദൈവമോ. പ്രിയമുള്ളവരെ, ഇതുപോലെ നല്ലൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. ഈ വേദപുസ്തകത്തിൽ എവിടൊക്കെ ബട്ട് ഗോഡ് കണ്ടിട്ടുണ്ടോ? ഇതുവരെ എഴുതിയതിനൊന്നും പ്രസക്തിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നിങ്ങൾ കോപത്തിന് ഇരയായവരാണ്, നിങ്ങൾ ജഡത്തിന്റെ ആസക്തിയിൽ ജീവിച്ചവരാണ്, നിങ്ങൾ ആത്മീയമായി മരിച്ചവരാണ്, നിങ്ങൾ ലോകത്തിന്റെ കാലതകൾ അനുസരിച്ച് ജീവിച്ചവരാണ്, നിങ്ങൾ മരിച്ച് നിങ്ങൾക്ക് യാതൊരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറയുന്നത്? കരുണാസമ്പന്നനായ ദൈവമോ, ബട്ട് ഗോഡ്. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവർ ഈ ബട്ട് ഗോഡ് ഒന്ന് ആഡ് ചെയ്താണ്ടല്ലോ, പിന്നെ ആഫ്റ്റർ പിക്ചർ വരാൻ പോവാ. പിന്നെ ഇനി കാര്യങ്ങൾ മാറാൻ പോവാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതെല്ലാം സത്യമാണ്. എന്നാൽ ദൈവമോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോസേഫിനെ കുറിച്ച് പറയാണ്, നിങ്ങൾ തിന്മയാണ് എനിക്ക് ഉദ്ദേശിച്ചത്, ദൈവമോ ബട്ട് ഗോഡ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. അപ്പോൾ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ ബട്ട് ഗോഡ് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇതുവരെ നടന്നതിനൊന്നും പ്രസക്തിയില്ല എന്നാ അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു, ശരിയാണ്. പിന്നെ അപ്പോസ്തലൻ പറയാണ്, കരുണാസമ്പന്നനായ ദൈവമോ. ഇനി നമ്മുടെ ആഫ്റ്റർ പിക്ചർ, പ്രസന്റ് പിക്ചർ കാണാം. ഇപ്പൊ നമ്മൾ എവിടാണ്? ഓക്കെ, അപ്പൊ എവിടെ ആയിരുന്നു നമ്മൾ? അവർ പാസ്റ്റ്, അവർ പ്രസന്റ്. എന്താണ് നമ്മുടെ പ്രസന്റ്? കരുണാസമ്പന്നനായ ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ബട്ട് ഗോഡ് എന്തോന്നറിയാവോ? ദൈവസ്നേഹം അതിൻ്റെ ഇടയ്ക്ക് വരികയാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. നിങ്ങൾ ആ സൂപ്പർലേറ്റീവ് ഇത് കണ്ടിട്ടുണ്ടോ? ആ ഡിസ്ക്രിപ്ഷൻ എന്താ എഴുതിയിരിക്കുന്നത്? കരുണാസമ്പന്നനായ ദൈവം. അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ്റെ മഹാസ്നേഹം നിമിത്തം, ഔട്ട് ഓഫ് ഹിസ് അബണ്ടന്റ് ലവ്. എങ്ങനെയാണ് രക്ഷ വന്നത്? ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു, കർത്താവിന് എന്നെ ആവശ്യമില്ല, പക്ഷെ അവൻ്റെ സ്നേഹത്തിൽ അവൻ എന്നെ തേടി വന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അവനെ തേടിപ്പോയതല്ല, അവൻ നമ്മെ തേടി വന്നതാണ്. ഞാൻ ക്രിസ്തുവിനെ കണ്ടുപിടിച്ചതല്ല, ക്രിസ്തു എന്നെ കണ്ടുമുട്ടിയതാണ്. ഞാൻ അവനെ കണ്ടെത്തിയതല്ല, അവൻ എന്നെ തേടി വന്നതാണ്. പ്രിയമുള്ളവരെ, ദിസ് ഇസ് ദ ഗോസ്പൽ. എനിക്ക് അവനെ തേടി എത്താൻ പറ്റത്തില്ല, അവൻ എന്നെ തേടി വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവൻ എന്നെ തേടി വരേണ്ട ആവശ്യമില്ല. അവൻ എന്നെ കൂടാതെ ജീവിക്കാൻ സാധിക്കും. ഹി ഈസ് സെൽഫ് സഫിഷ്യന്റ്, അല്ലേ? പരമാധികാരിയ ദൈവം. പക്ഷെ എങ്കിലും അവൻ്റെ മഹൽ സ്നേഹം നിമിത്തം അവൻ എന്നെ തേടി വന്നു. അതാണ് സുവിശേഷത്തിന്റെ ബട്ട് ഗോഡ്, അല്ലേ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന് പാടുന്നതിന്റെ കാരണം ഇതാണ്. ദൈവസ്നേഹം എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? എന്നെ അവൻ തേടി വന്നു. ഇതുപോലെ സ്നേഹം വേറെ ഉണ്ട്. മഹൽ സ്നേഹം. ഇതുപോലൊരു സ്നേഹം വേറെ ഇല്ല പ്രിയമുള്ളവരെ. എനിക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവനെ അർപ്പിക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ കിടന്നത്, ആ ഒരു സ്നേഹം പോലെ വേറെ ഒരു സ്നേഹം വേറെ എങ്ങും ഇല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പ്രിയമുള്ളവരെ, ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് US-ൽ റോബിൻ ക്രാബ്ട്രി എന്ന് പറയുന്ന ഒരു 14-കാരൻ അവൻ്റെ അപ്പനും അമ്മയും വീട്ടിൽ വരുന്നതിന് മുമ്പ് അവരെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി, അവർ കയറി വരുന്നതിന് മുമ്പ് കുറച്ച് പ്രാങ്ക്സ് ഒക്കെ ഒപ്പിച്ചു, കുറച്ച് കുസൃതികൾ. അപ്പം അവർ കയറി വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഗ്ലാസിൻ്റെ പുറയിൽ നിന്ന് ഇങ്ങനെ ഓരോ ആക്ഷൻ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാനൊക്കെ തുടങ്ങി.
അപ്പം വരുമ്പോൾ അപ്പനെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അപ്പം കയറി വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം പേടിച്ചു പോയി. അപ്പം നോക്കുമ്പോൾ ഗ്ലാസിൻ്റെ പുറകിൽ ആരോ നിന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നു. തൻ്റെ തോക്കെടുത്തൊരൊറ്റ വെടി കൊണ്ടത് നേരെ സ്വന്തം മോൻ്റെ കഴുത്തിന്. ഓടിക്കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണത്തിന് ഇരയാകുന്നതിന് മുമ്പ് അവസാനത്തെ വാക്ക്, മകൻ്റെ വാക്ക് ഇതാണ്: ഡാഡി, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. അറിയാതെ വെടിവെച്ചതാ അപ്പൻ, അറിയാതെ വെടിവെച്ചതാ. എന്നാൽ മരിച്ചു കിടക്കുന്ന മകൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഡാഡി ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. 2000 വർഷങ്ങൾക്ക് മുമ്പേ അറിയാതെ കൊന്നതല്ല നമ്മൾ, നമ്മുടെ പാപം മുഖാന്തരം അറിഞ്ഞുകൊണ്ട് നമ്മൾ അവനെ ആ ക്രൂശിൽ കയറ്റി, അല്ലയോ? അറിഞ്ഞുകൊണ്ട് കയറ്റിയിട്ടും ഇരു കാൽകൾ അവൻ ചമ്മട്ടിയാൽ അടിക്കപ്പെട്ടു. അവൻ്റെ കൈകളിൽ ആണി അവരടിച്ചു കയറ്റി. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവരെ അറിയായക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത പാപം കർത്താവ് എന്നാ എന്നോട് നിങ്ങളോടും പറഞ്ഞേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. പ്രിയമുള്ളവർ, ഇതാണ് മഹൽ സ്നേഹം. ഇത് ലോകത്തിന് മനസ്സിലാകത്തില്ല. ഇതുപോലൊരു സ്നേഹം വേറെ ഇല്ല. There is no love greater than this. ആളുകൾ പറയും, നിങ്ങൾക്ക് എന്താ ഒരു ലവ് സോങ് അങ്ങ് പാടിയാൽ? ഞാൻ പറയാം, ലവ് സോങ് ഒക്കെ പാടാം, പക്ഷെ ഇതുപോലൊരു സ്നേഹം വേറെ ഉണ്ടോ? ഇതുപോലൊരു സ്നേഹം വേറെ ഉണ്ടോ? ഈ സ്നേഹത്തിനപ്പുറം വേറെ സ്നേഹം കാണിക്കാമെങ്കിൽ ആ സ്നേഹത്തെക്കുറിച്ച് പാടാം. പക്ഷെ അത് കാണുന്നത് വരെ ഈ സ്നേഹത്തെക്കുറിച്ച് പാടാൻ പറ്റത്തുള്ളൂ. ഈ സ്നേഹത്തിനപ്പുറം വേറെ പാട്ടില്ല. പക്ഷെ എന്താ പിന്നെ പറയുന്നത്? ഈ സ്നേഹം കാരണം എന്താണ് ചെയ്തത്? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഈ മരിച്ചു കടന്ന എന്നെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ലാസറേ, പുറത്തു വാന്ന് പറഞ്ഞപ്പോൾ ഈ മരിച്ചു കിടന്ന ഞാൻ, ശബ്ദത്തോട് പ്രതികരിക്കാൻ കഴിയാത്ത ഞാൻ, ദൈവവചനത്തോട് പ്രതികരിക്കാൻ കഴിയാത്ത ഞാൻ, എൻ്റെ തീരുമാനം കൊണ്ട് ഞാൻ പുറത്തു വന്നതല്ല, അവൻ്റെ വിളിയുടെ ശക്തിയാൽ അവൻ എന്നെ പുറത്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ലാസർ അവിടെ ഇരുന്നേ, എന്നാ പിന്നെ ഞാൻ ശബ്ദം കേൾക്കുന്നു, ഞാൻ ഇറങ്ങി വരണമെന്ന് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുത്ത് വന്നതല്ല. കർത്താവിൻ്റെ വചനത്തിൽ ലാസറിനെ ഉയർപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുറത്തു വന്നത്. എന്ന് പറഞ്ഞതുപോലെ എന്നെ കർത്താവ് വിളിച്ചപ്പോൾ, നിങ്ങളെ കർത്താവ് വിളിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? മരിച്ചു കിടക്കുന്ന ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ജീവിപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അലൈവ് ആയത്. അപ്പോൾ ഞാൻ മരിച്ചു കിടന്നവനായിരുന്നു, ഇപ്പോഴോ ഞാൻ ജീവിച്ചു. എന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് മാത്രമല്ല, എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നെന്താ എഴുതിയിരിക്കുന്നത്? 6:7 ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ അങ്ങ് ഉയർപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നെന്താണ് ചെയ്തത്? അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തി. ഇതിൻ്റെ ഈ ലാസറിനെ ഉയർപ്പിച്ച് പുറത്ത് കൊണ്ടുവന്നെന്ന് മാത്രമല്ല, യേശുവിനോട് കൂടെ ഇരുത്തി അവിടെ കഴിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്നാ? ഐ എം നോട്ട് ജസ്റ്റ് റിസറക്റ്റഡ്, ബട്ട് ഐ എം ഓൾസോ പാർട്ട് ഓഫ് ഹിസ് ടേബിൾ. കർത്താവിൻ്റെ ആ വലിയ എക്സോൾട്ടേഷൻ്റെ ഭാഗമാകുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതാണ് അതിൻ്റെ വലിയ ഇത്. ഈ സീറ്റഡ് ഇൻ, അതായത് ഈ നമ്മളിപ്പോൾ വായിച്ച ആ സീറ്റഡ് ഇൻ എന്ന് പറയുന്ന ടെൻസ് എയോറിസ്റ്റ് ടെൻസാണ്. ഞാനിത് വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എയോറിസ്റ്റ് ടെൻസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ആസ് ഇഫ് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഷുവർ. ഇപ്പോൾ കർത്താവിനോടുകൂടെ ഞാൻ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുത്തപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫുൾനെസ് ഇനി വരുവാൻ കിടക്കുന്നതേ ഉള്ളൂ, അല്ലേ? യേശു കർത്താവ് വരുമ്പോഴാണ് അതിന്റെ ഫുൾനെസ്. ആ ഫുൾനെസ്സിന്റെ എല്ലാം എനിക്കിപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനോടുകൂടെ ഞാൻ ഇരുത്തപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്നാ? രോഗം ഞാൻ കാണാൻ പാടില്ല, ദുഃഖം ഞാൻ കാണാൻ പാടില്ല, അത് മാത്രമല്ല മരണം ഞാൻ ഒരിക്കലും കാണാൻ പാടില്ല. അതിൻ്റെ റിയാലിറ്റി വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഈ എയോറിസ് ടെൻസിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം എന്നാ? സീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉറപ്പായതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ യേശുവിനോട് കൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? പക്ഷെ ആ സത്യം നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടാ? ആ തലത്തിൽ നിന്നായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ തലത്തിൽ നിന്നല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. വി ആർ പാർട്ട് ഓഫ് ഗോഡ്സ് ഡൊമെയിൻ, നോട്ട് സേറ്റൻസ് ഡൊമെയിൻ.
ഈ പിശാചിൻ്റെ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ യുഗത്തിൻ്റെ ആ ലോകത്തിൻ്റെ അധിപനായ പിശാചിൻ്റെ ആ വഴിയിലൂടെ അല്ലെങ്കിൽ ആ മേഖലകളിലോ ആ തലത്തിലല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെയോ ക്രിസ്തുവിനോട് കൂടെ നാം സ്വർഗങ്ങളിൽ അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്ത ആ ഒരു തലത്തിൽ നിന്ന് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കാൻ, എല്ലാ കാര്യങ്ങളും കാണാൻ. അപ്പോൾ ഒന്ന്, പ്രസന്റ് എന്താ സംഭവിച്ചത്? അവൻ എന്നെ ഉയർപ്പിച്ചു എന്ന് മാത്രമല്ല സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അത് രണ്ട്. പിന്നെന്താണ്? ഇനിയാണ് ഈ രക്ഷയുടെ ഒരു എക്സ്പ്ലനേഷൻ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. രക്ഷ എന്താണെന്ന് ഒരു വാക്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 8-9 ഇത്രയേ ഉള്ളൂ. രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. വാട്ട് ഇസ് സാൽവേഷൻ? രക്ഷ കൃപയാൽ വിശ്വാസത്താൽ. അപ്പൊ ഇത് ഒരു ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്. നമ്മൾ സാൽവേഷൻ സീരീസ് ചെയ്തിട്ടുണ്ട്. രക്ഷ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ട് വാക്യത്തിൽ എന്താണ് രക്ഷ? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ. അപ്പോൾ ഒന്ന് എങ്ങനെ? കൃപയാലാണ്. വി ആർ സേവ്ഡ് ബൈ ഗ്രേസ്. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? അൺഡിസേർവ്ഡ് ഫേവർ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, കർത്താവിൻ്റെ വലിയ കൃപയാൽ. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് അമേസിങ് ഗ്രേസ് എന്ന് പറയുന്നത്, അല്ലേ? എന്തുകൊണ്ട് കർത്താവ് എൻ്റെ പുറകിൽ വന്ന്? അറിയത്തില്ല. കൃപ. എന്തിന് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു? അറിയത്തില്ല. എന്തുകൊണ്ട് എന്നെ മുൻനിയമിച്ചു? അറിഞ്ഞുകൂടാ. അതിനൊറ്റ എക്സ്പ്ലനേഷനേ ഉള്ളൂ, കൃപ. നമ്മൾ ആദ്യത്തെ അധ്യായം പഠിച്ചപ്പോൾ നിങ്ങൾ മുൻനിയമിക്കപ്പെട്ടു നമ്മൾ കണ്ടൊരു കാര്യമാണ്. വി വർ പ്രിഡെസ്റ്റിൻ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. വി വർ ചോസൺ, അല്ലേ? വി വർ റിഡീംഡ്, നമ്മളെ വീണ്ടെടുത്തു. ഇതെല്ലാം നമ്മൾ എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, കൃപയെ കൃപയെ കൃപയെ. അപ്പൊ പാട്ടുകാരൻ എഴുതുക, ആശ്ചര്യം, ഇതെങ്ങനെ വർണ്ണിക്കാൻ പറ്റും? വർണ്ണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒറ്റ വാക്കാണ് കൃപ. ലോകത്തിന് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഈ കൃപ. ഒറ്റ കാര്യം. കാരണം അവർക്ക് എവിടെയെങ്കിലും ഇത് നേടണം. ദേ വോണ്ട് ഏൺ ഇറ്റ്. അത് ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൃപ എന്താണെന്നുള്ളത് മനസ്സിലാകത്തില്ല. CS ലൂയിസിനോട് ഒരാൾ പറഞ്ഞേ, ഹൗ ഇസ് ക്രിസ്ത്യാനിറ്റി ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ റിലിജൻസ്? ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന മറ്റ് മതങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? പുള്ളി പറഞ്ഞു, ഒറ്റ വാക്കി പറഞ്ഞ കൃപ, ഗ്രേസ്, അത്രയേ ഉള്ളൂ. ഈ ബാക്കി എല്ലാ മതങ്ങളും എങ്ങനെ ഇത് നേടണം എന്ന് നമ്മളെ പഠിപ്പിക്കും, അല്ലേ? എങ്ങനെ ദൈവത്തെ പോയി കാണണം എന്നുള്ളത് പഠിപ്പിക്കണം. എന്നാൽ നമ്മെ തേടി വന്നൊരു ദൈവം, കൃപ, അതായത് ഞാൻ എന്തൊക്കെ ചെയ്താലും അതൊന്നും ആവത്തില്ല എന്ന് പഠിപ്പിക്കുന്നത് ഈ ക്രിസ്തീയ വിശ്വാസം മാത്രം. രണ്ട്, നിങ്ങൾ വിശ്വാസം മൂലം, ത്രൂ ഫെയ്ത്ത്. സോ ഒന്ന്, നിങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. രണ്ട്, ത്രൂ ഫെയ്ത്ത്. ഈ വിശ്വാസം എന്തോ പറയുന്നത്? ഈ വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണെന്ന്. അപ്പൊ കൃപ എന്ന് പറയുന്നത് അൺഡിസേർവ്ഡ് ആണ്. വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ വിശ്വസിക്കണമെന്ന്. ഇപ്പൊ പറയുന്നത് ശരിയാണ്, നീ വിശ്വസിക്കണം. പക്ഷെ ആ വിശ്വാസം പോലും ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തിന്റെ ശക്തിയാണോ? അല്ല, അതും ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവം എനിക്ക് അത് തരണം, അല്ല എനിക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പിതാവ് ആകർഷിക്കല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുന്നില്ല. നിങ്ങൾ വിശ്വസിക്കണം എന്ന് 10 പ്രാവശ്യം പറഞ്ഞ് വരുമ്പോൾ വിശ്വസിക്കത്തില്ല. പക്ഷെ ഇത് ദൈവത്തിന്റെ ദാനമാണ്, കംപ്ലീറ്റ്ലി ഫ്രീ. പ്രിയമുള്ളവരെ, 4 കാശ് കൊടുക്കണ്ട ഇതിന്. ഫ്രീ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളൊരു 10,000 സ്റ്റെപ്പ് കയറണ്ട, നിങ്ങൾ ഒന്നും അർപ്പിക്കണ്ട, നിങ്ങൾ സ്തോത്രാഴ്ച കൊടുക്കണ്ട, നിങ്ങൾ മെഴുതിരി കത്തിക്കണം, നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ട. ഇത് മുഴുവൻ നിങ്ങൾക്കിത് ദൈവത്തിന്റെ ദാനം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വിവാഹം ചെയ്തപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്നിട്ട് 10 വർഷം കഴിയുമ്പോൾ ഇതിനൊരു 10 രൂപ എനിക്ക് തരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗിഫ്റ്റ് ആകുമോ? ഗിഫ്റ്റ് ആകത്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് ദാനമാണ്. എന്നിട്ട് പിന്നെ എന്താ പറയുന്നറിയോ? അതിന് നിങ്ങൾ കാരണവുമല്ല. ഇത്ര ക്ലിയർ ആയിട്ട് ആദ്യം പറയുന്നു കൃപയാണെന്ന്. അത് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ അൺഡിസേർവ്ഡ്. അത് കഴിഞ്ഞിട്ട് പറയും ഇത് വിശ്വാസം മൂലമാണ്. പക്ഷെങ്കിൽ ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. പിന്നെ എന്താ പറയുന്നറിയോ? ആ ദൈവത്തിന്റെ ദാനം മാത്രമല്ല, അതിന് നിങ്ങൾ കാരണമല്ല. അപ്പൊ ചെറിയ ഇതിനെ ക്രെഡിറ്റ് എടുക്കാൻ ഒക്കത്തില്ല. ഒരു ക്രെഡിറ്റും എടുക്കാൻ ഒക്കത്തില്ല.
ഒരു ക്രെഡിറ്റും. ചിലർ പറയും നാം പാതി ദൈവം പാതി, താൻ പാതി ദൈവം. ക്രിസ്തീയ വിശ്വാസത്തിലെ ഈ താൻ പാതി ഒന്നുമില്ല, താൻ കാലുമില്ല, താൻ ഒന്നുമില്ല. ക്രിസ്തു ആ സകലതും ചെയ്തു. എല്ലാം ദാനം. ദാനമെന്നല്ലാതെ അതിന് വേറൊന്നും പറയാനൊക്കത്തില്ല. എൻ്റെ വക കോൺട്രിബ്യൂഷൻ സീറോ. ഞാൻ പറയട്ടെ, എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ പറയാം. ക്രിസ്തുവിനെ ക്രൂശി കയറ്റി, അത്രയും ഞാൻ സക്സസ്ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തു. അതാണ് എൻ്റെ ആകെ കൂടുള്ള കോൺട്രിബ്യൂഷൻ. എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് പുകഴണമെങ്കിൽ ആ കോൺട്രിബ്യൂഷൻ നിങ്ങൾ പുകഴാം. എന്തുവാ? ക്രൂശെ കയറ്റിയതിന് കാരണക്കാരൻ ഞാൻ. അതാണ് ആ കൂടെ നമ്മുടെ കോൺട്രിബ്യൂഷൻ. ഇപ്പൊ നിങ്ങൾ ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക്, ആത്മീയമായി മരിച്ചു കിടക്കുന്ന ആൾക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമോ വിശ്വാസം എന്നുള്ളത് ഉള്ളിൽ നിന്ന് ഉളവാക്കാൻ ഒക്കത്തില്ല. അതുപോലെ ദൈവം ആദാമിൽ ഊതിയതുപോലെ ആ ജീവശ്വാസം എന്നിൽ ഊതാതെ ആ വിശ്വാസം പോലും എനിക്ക് ശ്വസിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിശ്വാസം പോലും ദൈവത്തിന്റെ ദാനമാണെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. പിന്നെന്താ പറയുന്നത്? പിന്നെയും പറയുന്നുണ്ട്, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നിങ്ങൾ ഇനി എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്താലും അതൊന്നും ദൈവസന്നിധിയിൽ ചെലവായി പോകത്തില്ല. കറ പുരണ്ട, എന്താ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ ഉള്ളൂ. കറ പുരണ്ട തുണി പോലാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തി. പക്ഷെ കർത്താവെ, ഞാൻ ഇത്രയും ആളുകൾക്ക് ദാനം കൊടുത്തു, നല്ല കാര്യമാണ്. പക്ഷെ എൻ്റെ മുമ്പിൽ രക്ഷിക്കപ്പെടാൻ ഇതൊന്നും പോരാ. അല്ല, പക്ഷെ കർത്താവെ, ഞാൻ ഇത്രയും പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു, നല്ല കാര്യമൊക്കെയാണ്, കെട്ടിച്ചൊക്കെ കൊടുത്തു. പക്ഷെ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ ഇതൊന്നും ചെലവായി പോകത്തില്ല. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഗുഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ എ ഹോളി ഗോഡ്. ഒത്തിരി ഇറ്റ്സ് ഓൾ ഗുഡ് ബട്ട് നോട്ട് ഗുഡ് ഇനഫ് ഫോർ എ ഹോളി ഗോഡ്. ഞാൻ സാൽവേഷൻ സീരീസ് പഠിപ്പിച്ചപ്പോൾ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രവർത്തികളും, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, പരീശനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് എല്ലാം കറക്റ്റാണ്, എല്ലാം ഓക്കെ. ദൈവസന്നിധിയിൽ ഇതൊന്നും ചെലവായി പോകത്തില്ല. കാരണം പാപം സംബന്ധിച്ച് മരിച്ചവരാണ് നാം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലേ ചോദ്യം? നല്ല ചോദ്യം. എല്ലാവർക്കും എന്ത് ചെയ്യണം? ഒരിക്കൽ എനിക്ക് തോന്നുന്നു DL മൂഡിയുടെ പ്രസംഗത്തിന്റെ സമയത്ത് ഒരു പാർട്ടി ആദ്യത്തെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ താമസിച്ചു പോയി. അപ്പൊ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് രക്ഷിക്കപ്പെടണം, ഐ വോണ്ട് ടു ബി സേവ്, വാട്ട് മസ്റ്റ് ഐ ഡു? അപ്പൊ ടെന്റ് എല്ലാം അഴിച്ചുകൊണ്ടിരുന്ന ആളെ പറഞ്ഞു, യു കനോട്ട് ഡു എനിത്തിങ്. യു കനോട്ട് ഡു, നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പുള്ളി രണ്ടാമത്തെ രാത്രി പിന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ രക്ഷിക്കപ്പെടണം, എന്ത് ചെയ്യണം? പുള്ളി പറഞ്ഞു, യു ക്യാൻ ഡു നത്തിങ്, ഒന്നും ചെയ്യാനൊക്കത്തില്ല. മൂന്നാമത്തെ രാത്രി വന്നു കഴിയുമ്പോൾ DL മൂഡി പറഞ്ഞു, സഹോദര, നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ചെയ്യേണ്ടത് സകലതും കർത്താവ് ചെയ്തു കഴിഞ്ഞു, അവനിലൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് പലർക്കും ദൈവത്തിന്റെ അടുക്ക് വന്നിട്ട്, ലോർഡ്, വാട്ട് ഷുഡ് ഐ ഡു, വാട്ട് മസ്റ്റ് ഐ ഡു? ഒന്നും ചെയ്യാനൊക്കത്തില്ല. മനുഷ്യന്റെ അവസാനത്തെ അഹങ്കാരം പോലും തീർക്കുന്നതാണ് ക്രൂശ്. എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും നന്മ എന്നിലുണ്ട്, ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടാമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള അവസാനത്തെ നെയിൽ എന്തോ കോഫിനായിരിക്കും ക്രൂശിലേക്ക്. കാരണം ഒന്നും ചെയ്യാനൊക്കത്തില്ല. നീ ഒരു രണ്ട് കാര്യം ചെയ്ത് കഴിയുമ്പോൾ ബാക്കി 98% ഞാൻ ചെയ്യാം. ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആരും പ്രശംസിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ വരും. അതുകൊണ്ടാണ് ഈ ദൈവമക്കൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല പ്രിയമുള്ളവർ. നമുക്ക് എന്താ അഹങ്കരിക്കാനുള്ളത്? രക്ഷ എന്ന് പറയുന്ന ദാനം, ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ ലൈഫ് വാസ് ഗിവൺ ഫ്രീ. നോ വൺ ക്യാൻ ബോസ്റ്റ്. അഹങ്കാരം നമുക്ക് ഒന്നും അഹങ്കരിക്കാൻ ഇല്ല. എല്ലാം കർത്താവ് തന്ന ദാനം മാത്രം. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? അപ്പോൾ ഇതൊന്നും നിങ്ങൾക്കില്ല. ഇവിടാണ് നമ്മുടെ അടുത്ത സൈഡ് കാണുന്നത്. അപ്പൊ പ്രവൃത്തികളല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെന്താ പറയുന്നത്? ബട്ട് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ? വി ആർ സേവ്ഡ് അൺടു ഗുഡ് വർക്ക്സ്. അവസാനത്തെ വാക്യങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ എന്താണ്? സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. സോ നോ ഗുഡ് വർക്ക്സ് ക്യാൻ ഏൺ യുവർ സാൽവേഷൻ, ബട്ട് മെനി ഗുഡ് വർക്ക്സ് കം ഔട്ട് ഓഫ് സാൽവേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? രക്ഷിക്കപ്പെടുവാൻ എൻ്റെ ഒരൊറ്റ നല്ല പ്രവൃത്തിയും അത് ചെലവായി പോകത്തില്ല. പക്ഷെങ്കിൽ രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്?
കർത്താവിൽ ഞാൻ ചില നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ എൻ്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ എന്നറിയണമെങ്കിൽ ഫലത്തെ നോക്കിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് ദൈവസന്നിധിയിൽ മാർക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സൽപ്രവൃത്തികൾ എൻ്റെ ഭാഗം ആയി തീരും. ഗുഡ് വർക്ക്സ് ഇസ് ക്യാൻ ബി പ്രൂഫ് ഓഫ് ജെനുവിൻ ഡിസൈപ്പിൾഷിപ്പ്. നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്നാപകനെടുക്കെ സ്നാനം കഴിക്കാൻ വന്നവരോട് പറഞ്ഞത്, മാനസാന്തരത്തിനൊത്ത ഫലം നിങ്ങൾ കായ്ക്കണം. അപ്പൊ യേശു കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അവൻ്റെ ശിഷ്യനാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് സൽപ്രവൃത്തികളാണ് എന്നുള്ളത് ഓർത്തോണം. അപ്പോൾ കർത്താവിന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സൽപ്രവൃത്തികൾ ഞാൻ ചെയ്യണമെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആ പ്രവൃത്തി ചെയ്യാതെ ആ പ്രവൃത്തി കർത്താവിന് മുമ്പിൽ എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. എനിക്ക് ദാനം കൊടുക്കാം. അതിപ്പോൾ ദാനം കൊടുക്കണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ദൈവവുമായി ബന്ധമൊന്നും വേണ്ട, എനിക്ക് ദാനം കൊടുക്കാം. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ അത് അക്സെപ്റ്റബിൾ ആകണമെങ്കിൽ ഗോഡ് ഹാസ് ടു ഫസ്റ്റ് ഡു ദാറ്റ് ഇൻ മൈ ലൈഫ്. നാം അവൻ്റെ കൈപ്പണിയായി, വി ആർ ഹിസ് വർക്ക്മെൻഷിപ്പ്. അവൻ്റെ കൈപ്പണി എന്ന് പറഞ്ഞാൽ പോയട്രി, പോം എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നല്ലൊരു പോയട്രി. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പം നമ്മൾ വലിയ പദ്യമാണെന്ന് അല്ലെങ്കിൽ നല്ല മനോഹരമായ ഒരു പദ്യമാണ് എന്ന് നമുക്ക് തോന്നത്തില്ല അല്ലേ? ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു പദ്യമാണോ, ചിലപ്പോൾ ഒരു കോമിക് സ്ട്രിപ്പ് പോലൊക്കെ ഇരിക്കും അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെങ്കിൽ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ആ പദ്യം എഴുതി തീർന്നിട്ടില്ലെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവൻ ആ പദ്യം എഴുതി തീർന്നിട്ട് ഒരു ദിവസം നാം അവനെ പോലെ തന്നെ ആയിത്തീരും. അതുവരെ അവൻ എഴുതിക്കൊണ്ടിരിക്കും, അതുവരെ അവൻ പണിഞ്ഞുകൊണ്ടിരിക്കും. അവൻ തുടങ്ങിയ ഒരു കാര്യം പോലും പകുതി വഴി അവൻ ഇട്ടേച്ചു പോകത്തില്ല. അതുകൊണ്ട് ആ നല്ല പ്രവൃത്തി അവൻ എന്നിലും നിങ്ങളും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ കൈപ്പണി മനോഹരമായി അവൻ പൂർത്തീകരിക്കും. യാതൊരു സംശയവും ആർക്കും വേണ്ട. എന്തിനു വേണ്ടി ആ കൈപ്പണി? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 3:7 എവ്രി ബിലീവർ ഇസ് എക്വിപ്ഡ് ഫോർ എവ്രി ഗുഡ് വർക്ക്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ? സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടാണ് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ. നമുക്ക് പെട്ടെന്ന് നോക്കാം എങ്ങനെയാ നമ്മുടെ ബിഫോർ, എങ്ങനെയാണ് നമ്മുടെ ആഫ്റ്റർ. ബിഫോർ സ്പിരിച്വലി ഡെഡ്, ആഫ്റ്റർ സ്പിരിച്വലി അലൈവ്. ബിഫോർ എന്തുവായിരുന്നു? ആത്മീകമായി മരിച്ചു. ആഫ്റ്റർ എന്താണ്? നമ്മൾ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. 2, ലോകത്തിൻ്റെ കാലഗതികൾ അനുസരിച്ച് നമ്മൾ നടന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പേഴ്സൂട്ട് അവരത് ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യുന്നു. അവർ പിള്ളേരെ വളർത്തുന്ന പോലെ നമ്മുടെ പിള്ളേർ, അവരുടെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയാ? നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ലോകത്തിൻ്റെ ചിന്തകൾ പോലല്ല, നമ്മുടെ ചിന്തകൾ ദൈവികമായ ചിന്ത. മുമ്പ് പിശാചൻ്റെ മക്കൾ, ഇപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ കൈപ്പണി. മുമ്പ് നമ്മൾ എന്തായിരുന്നു? ജഡമനുസരിച്ച് നടന്നവർ, ഇപ്പോഴോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. പണ്ട് നമ്മൾ എന്തായിരുന്നു? നമ്മൾ കോപത്തിൻ്റെ മക്കൾ, ഇപ്പോഴോ നമ്മൾ കരുണയുടെ ദൈവത്തിൻ്റെ മക്കൾ. ഇതാണ് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എന്തുമാത്രം ഇനി സ്തോത്രം ചെയ്യാൻ വകയൊന്നുമില്ലെങ്കിൽ എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു. കർത്താവേ, ഇതായിരുന്നു ഞാൻ, എന്നെ കർത്താവ് നീ തിരഞ്ഞെടുത്തല്ലോ, നിന്റെ സ്നേഹം നിമിത്തം, നിന്റെ കരുണ നിമിത്തം വീണ്ടെടുത്തല്ലോ, പുതിയ സൃഷ്ടിയാക്കിയല്ലോ. കർത്താവെ, കോപത്തിൻ്റെ മക്കളായിരുന്ന എന്നെ കർത്താവ് ഇപ്പോൾ നിന്റെ മകൻ, നിന്റെ മകളാക്കി തീർത്ത വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതാണ് രക്ഷയുടെ സുവിശേഷം. ദിസ് ഇസ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ, ഹൗ ഡസ് അവർ ലൈഫ് ലുക്ക് ലൈക്ക്? എൻ്റെയും നിങ്ങളുടെയും ജീവിതം നോക്കിയാൽ എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതം? ഈ ബിഫോർ പിക്ചർ പോലിരിക്കുമോ ആഫ്റ്റർ പിക്ചർ പോലിരിക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒന്ന് നോക്കിയാൽ ഇങ്ങനെയാണോ, ബിഫോർ ആണോ, ആഫ്റ്റർ ആണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. കാരണം അനേക ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അവരുടെ ജീവിതം കണ്ടാൽ ഇപ്പോഴും മുമ്പത്തെ ജീവിതത്തോട് വളരെ സിമിലർ ആയിട്ട് തോന്നും. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നമുക്കൊരു മാനസാന്തരം വേണം. കാരണം എന്നാ? നമ്മെ അവൻ വീണ്ടെടുത്തത് സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്താൻ വേണ്ടിയാ. ഒന്ന് നോക്കിയേ, നമ്മൾ ഇപ്പോഴും ലോകത്തിന്റെ കാലഗതികൾ അതിനനുസരിച്ചാണോ നടക്കുന്നത്? ആർ വി റേസിംഗ് our children in the wisdom of the world? ഈ ലോകത്തിന്റെ ജ്ഞാനം അനുസരിച്ചാണോ നാം അവരെ വളർത്തുന്നത്? അതോ
ആർ വി റേസിംഗ് ആ ചിൽഡ്രൻ ഇൻ ദ വിസ്ഡം ഓഫ് ദ വേർഡ്? ദൈവീക പരിജ്ഞാനത്തിലാണോ നാം അവരെ വളർത്തുന്നത്? നമ്മുടെ കണ്ണുകൾ ഈ ലോകത്തിന്റെ ബെഞ്ച് മാർക്കിലാണോ, അതോ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരായി അതാണോ നമ്മുടെ വീക്ഷണം? ഹൗ ഇസ് അവർ വിഷൻ? നമ്മുടെ വിഷൻ എങ്ങനെ ഇരിക്കുന്നു? ഒന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. അല്ല, ബിഫോർ പിക്ചർ പോലെ ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് കർത്താവിനോട് നമുക്കൊരു ഒരു 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 മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ്? സോ ദാറ്റ് വി ക്യാൻ ബി സീറ്റഡ് ഇൻ ദ ഹെവൻലീസ്. കർത്താവിനോട് കൂടെ വാഴേണ്ടിവരാണ് നാം. കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ് നാം. ഉയരങ്ങളിലായിരിക്കണം നമ്മുടെ ദൃഷ്ടി, ഈ ലോകത്തിന്റെ കാര്യങ്ങളിലല്ല. നമ്മൾ ഈ ലോകത്തിലെങ്കിലും നാം ലോകക്കാരെ പോലെയല്ല. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. ഇതാണ് പ്രിയമുള്ളവരെ ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. ഞാൻ ഞങ്ങളുടെ മെഡ്ഗോ കോൺഫറൻസിന് ഡോക്ടർ അർപ്പിത് മാത്യു എന്ന് പറയുന്ന മതിപ്പുര, അതായത് ഇന്ത്യയിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡിസ്ട്രിക്ട്സ് ഫോർ ഹെൽത്ത് കെയർ, മതിപ്പുര ബീഹാറിലുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു മിഷണറി ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എനിക്ക് പണ്ട് മുതലേ അറിയാം, CMC വെല്ലൂരിൽ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ തന്നെ അറിയാം. എൻ്റെ ചേച്ചിയുടെ അളിയൻ്റെയൊക്കെ കോളേജ് മേറ്റാണ്. വളരെ മിടുക്കൻ, സുമുഖൻ, താലന്തുള്ളവൻ. എല്ലാം ഇട്ടേച്ച് മതിപ്പുരയിൽ പോയി. അവിടെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് വർഷങ്ങളെ ബന്ധമുണ്ട്. അപ്പം അദ്ദേഹത്തിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, ലിറ്ററലി ആ സ്ഥലത്തെ കീഴ്മേൽ മറിച്ചൊരു മനുഷ്യനാണ് ഈ അർപ്പിത്. തൻ്റെ ഭാര്യ ഏമി, ബ്യൂട്ടിഫുൾ. നമുക്ക് ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ? ദൈവമാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഒരു 1.25 മണിക്കൂർ കൊണ്ട് ഒത്തിരി കഥകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പുള്ളി ഈ പാട്ടാണ് പുള്ളി വായിച്ചത്. ഈ പാട്ടാണ് പുള്ളി വായിച്ചത്. അപ്പോൾ എല്ലാവരും കൈയടിക്കുക, ഓ അർപ്പിത് മാത്യു ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, സൽപ്രവർത്തികളെക്കുറിച്ച്. നമ്മൾ സൽപ്രവർത്തികൾ ഇത്രയൊക്കെ ചെയ്ത് കൈയടിച്ചു ഒക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ എം ജസ്റ്റ് എ സിന്നർ സേവ്ഡ് ബൈ ഗ്രേസ്. When I stood condemned to death, he took my place. Now I grow and breathe in freedom with each breath of life I take. Love and forgiven, backed with the living. I am just a sinner. I am just a sinner saved by grace. പിന്നെ പറയാ, how could I boast of anything I have ever seen or done? ഞാൻ എങ്ങനെ അഹങ്കരിക്കും? How could I dare to claim as mine the victories God has won? Where would I be had God not brought me gently to this place? I am here to say, I am nothing but a sinner saved by grace. ഞാൻ എന്തിൽ പുകഴാനാ? ഞാൻ എന്ത് പറയാനാ? എൻ്റേത് എന്ന് കാണിക്കാൻ എന്തുണ്ട്? എനിക്കൊന്നുമില്ല. ഞാൻ എവിടെ ആയിരുന്നേനെ? കർത്താവ് എൻ്റെ പിന്നാലെ വന്നിരുന്നില്ലെങ്കിൽ ഞാൻ എന്തായിരുന്നേനെ? ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ളതിൻ്റെ നല്ലൊരു പിക്ചറല്ലേ? മരിച്ചവരായി കിടന്നു. എന്തിനു വേണ്ടി? നമ്മെ ഉയർപ്പിച്ചു. എന്തിനു വേണ്ടി? സൽപ്രവർത്തികൾക്കായിട്ട് അവൻ്റെ കൈപ്പണിയായി മാറ്റി. അപ്പോൾ അർപ്പിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ നല്ലൊരു പിക്ചറാണ്. എന്തിനാ മതിപ്പുരേ പോകുന്നത്? എന്തിനു വേണ്ടി ചെയ്യുന്നു? കാരണം കർത്താവിൻ്റെ കൃപയാൽ അവൻ എന്നെ വീണ്ടെടുത്തു. ഇതെല്ലാം ക്രിസ്തു യേശുവിലാണ് പ്രിയമുള്ളവരെ നമുക്കതിൻ്റെ റിയാലിറ്റി. ഇറ്റ്സ് ഓൾ ഇൻ ക്രൈസ്റ്റ് ദാറ്റ് വി ആർ ഏബിൾ ടു. എഫേസ്യ ലേഖനത്തിൻ്റെ കീ പദമാണല്ലോ ഇൻ ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു രക്ഷയുടെ ആ ഫുൾനെസ്സിലേക്ക് വരണം. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് എന്താണ് നമ്മളിൽ ചെയ്ത ആ വലിയ പ്രവൃത്തി, അതിൻ്റെ വലിയ ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ വരണം. ആ ഒരു തിരിച്ചറിവിലേക്ക് വരണം. നാം ഈ ലോകത്തിൻ്റെ മക്കളോ ക്രോധത്തിൻ്റെ മക്കളോ അല്ല, കർത്താവിനോടുകൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണെന്ന് ഉള്ള കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ ഞാൻ പെട്ടെന്ന് തീർത്തു. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് പോകണം, എനിക്ക് ട്രെയിൻ പിടിക്കണം, എനിക്കൊരു സ്റ്റേഷനിലേക്ക് പോകണം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കേലുബിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ബൈ ദ വേ എൻ്റെ മദറിൻലോയുടെ ബർത്ത്ഡേ ആണ്, സാറയുടെ മദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനെപ്പോഴും കർത്താവിന് എൻ്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം ചെയ്യും. ഈ ഇത്രയും സപ്പോർട്ടും ഇത്രയും സ്നേഹവും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കർത്താവ് എനിക്ക് തന്നത് വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ സ്റ്റഡിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അമ്മ എപ്പോഴും അറ്റൻഡും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വിഷസ് ഞാനങ്ങ് ഈ സമയത്ത് അറിയിക്കുകയാണ്. നാളെ കൊച്ചിയിലുള്ള ടെൻറ്റ് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം. കൊച്ചി ടെൻറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. 5:30 മണിക്ക് റേനായി, പാലാരിവട്ടം റേനായിലായിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും മുഴുവൻ. താല്പര്യമുള്ളവർ വരണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് കാണാം.
എഫ് എസ് ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗം. ആക്ച്വലി കുറച്ചുകൂടെ പഠിപ്പിക്കാറുണ്ട്, എനിക്കറിയാം സമയം ഉണ്ടായിരുന്നു, എങ്കിലും എനിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. എനിവേ, ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. കർത്താവെ, ഞങ്ങൾക്ക് ഈ തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മരണത്തിൽ നിന്ന് ജീവനിലേക്കാണല്ലോ. കർത്താവെ, ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ആരാ? ഞങ്ങൾ ആരുമല്ല. തിരഞ്ഞെടുത്തതിൻ്റെ ഒറ്റ കാരണം നിന്റെ സ്നേഹം, കരുണ, കൃപ. അതിനായിട്ട് ഞങ്ങൾ ഇന്നൊരായിരം നന്ദി. ഞങ്ങളുടെ കണ്ണ് കർത്താവെ നീ തുറന്നല്ലോ. അയ്യോ കർത്താവെ, എത്രയോ പേര് അന്ധതയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണ് എന്തുകൊണ്ട് നീ തുറന്നു? കൃപയാണേ കർത്താവെ, കൃപയാണേ. ആ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആശ്ചര്യമേ, ഇതാരാൽ വർണ്ണിച്ചിടാൻ. കൃപയെ, കൃപയെ, കൃപയെ. മഹൽ സ്നേഹം, മഹൽ സ്നേഹം. കർത്താവ്, ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ശോധന ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ വിളിച്ച അതേ അവസ്ഥയിലാണോ ഞങ്ങൾ? കർത്താവ്, ഞങ്ങൾ മരിച്ചു കടന്ന അതേ അവസ്ഥയിലാണോ ഞങ്ങളിപ്പോൾ? കർത്താവെ, പലപ്പോഴും ലോകത്തിന്റെ കാലഗതികൾ അനുസരിച്ച് ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ മനോവികാരങ്ങളും ഒക്കെ ആ വഴിക്ക് പോകുന്നു. ക്ഷമിക്കണമേ. കർത്താവിനോടുകൂടെ ഇരുത്തപ്പെട്ട ആ ഹെവൻലി മൈൻഡഡ്നെസ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം പ്രതികരിക്കുന്ന പോലല്ല, ക്രിസ്തു പ്രതികരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അതുപോലെ കർത്താവെ ചെയ്തെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രത്യേകമായ ആവശ്യങ്ങളും ഭാരങ്ങളും ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പുറത്തു പറയാൻ സാധിക്കാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവ് സകലവും അറിയുന്നല്ലോ. കർത്താവ് തക്ക സമയത്ത് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലേബിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.